തിരുവനന്തപുരത്ത് BJP ഒരുപാട് മോഹന വാഗ്ദാനങ്ങളാണ് നമുക്കൊക്കെ തന്നത്. അതെ അതെ, ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ തന്നോണ്ടേയിരിക്കുക. എന്തൊക്കെയായിരുന്നു? അല്ല, പണ്ട സിനിമയെ പറയുന്ന പോലെ മലപ്പുറം കത്തി, ഓലക്കേട മൂട്. BJPയുടെ മേയർ വന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ച് കയ്യെ പിടിച്ച് കോർപ്പറേഷനിലേക്ക് കയറ്റും. മേയർ പോയി സ്വീകരിക്കും വിമാനത്താവളത്തിൽ. പിന്നെ അത് കഴിഞ്ഞു വികസന രേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. വരുന്ന ബജറ്റിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വാനോളം കിട്ടാവുന്നെല്ലാം തരും. എന്നിട്ട് ഒരു ചുക്കും ചുണ്ടാമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിലെന്തെങ്കിലും ഒരു കാര്യം നടന്നു? ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നു, തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ അതിർത്തിയിലുള്ള വിമാനത്താവളത്തിൽ തന്നെ വന്നിറങ്ങി. മേയറിന് പോയി ഒന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞോ? കൈ കൊടുക്കാൻ കഴിഞ്ഞോ? ദൂരെ മാറിയെന്ന് കാണാനല്ലേ സാധിച്ചുള്ളൂ. പിന്നെ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പം ആ വേദിയിലൊക്കെ കയറി വേദി പങ്കിട്ടു, ശരിയാണ്. അതിപ്പോ ആരായാലും നടക്കും. പിണറായി പോയില്ലേ, അല്ലെങ്കിൽ മന്ത്രിമാർ MP രാജേഷ് പോയില്ലേ, ആരെല്ലാം പോയി, ഉദ്യോഗസ്ഥന്മാർ പോയില്ലേ, എല്ലാം പോയി. പിന്നെ ഇന്നലെ ബജറ്റ് അവതരിപ്പിച്ചു. അന്ന് പ്രധാനമന്ത്രിക്ക് വികസന രേഖയൊക്കെ കൊടുക്കാനൊക്കെ ശ്രമിച്ചു. പ്രധാനമന്ത്രി അതൊന്നും മൈൻഡ് ചെയ്തില്ല. മാത്രമല്ല, ഇന്നലെ പ്രതീക്ഷിച്ച രീതിയിൽ ബജറ്റ് വന്നു. ബജറ്റിൽ ഒരു ചുക്കും ചുണ്ടാമ്പും നമുക്ക് കിട്ടിയില്ല. എന്തെങ്കിലും കിട്ടിയോ? രാജേഷിന് എന്തെങ്കിലും കിട്ടിയതായിട്ട് അറിവുണ്ടോ? ബജറ്റിൽ ഏറെ പ്രതീക്ഷിച്ചത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് എന്തെങ്കിലും രണ്ടാം ഘട്ട നിർമ്മാണത്തിന് കേന്ദ്രം എന്തെങ്കിലും നൽകുമെന്ന് വിചാരിച്ചു. ഒരു പ്രഖ്യാപനവുമില്ല. അതിന്റെ കൊച്ചി മെട്രോയുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെയുള്ള എക്സ്റ്റൻഷൻ, അതിനൊരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല. തിരുവനന്തപുരം മെട്രോ റെയിൽ, മോണോ റെയിൽ പ്രഖ്യാപിച്ചതാണ്, അതും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു രൂപ പോലും വകയിരുത്തിയില്ല. പക്ഷേ നമ്മുടെ ഈ ശ്രീധരൻ അതിവേഗ ട്രെയിനിന്റെ DPR തയ്യാറാക്കുന്നതിനായിട്ട് പൊന്നാനിയിൽ നിന്ന് ഓഫീസ് തുറന്നു. ശ്രീധരൻ പറയുന്നത് 17 കോടി രൂപ ഞാൻ കേന്ദ്രത്തോട് ചോദിച്ചിട്ടുണ്ട്, ആ DPR തയ്യാറാക്കാൻ ആ തുക എനിക്ക് അവർ തരും. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ റഡാറില്ലാതെ മാനുവലായിട്ട് ചങ്ങല വലിച്ച് ഈ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഈ DPR പൂർത്തീകരിക്കും, പണി തുടങ്ങി കഴിഞ്ഞു എന്നു ശ്രീധരൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഒരു വ്യക്തതയുമില്ല. കാരണം നമുക്ക് അതല്ലല്ലോ പ്രശ്നം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് കിട്ടി? ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇവിടെ പറഞ്ഞിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടന്നു? അല്ല, അതാണ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്ന് വരുന്നതാണ് ഈ മോണോ റെയിൽ പോലും. കഴക്കൂട്ടം സ്വകാര്യം വഴി സെക്രട്ടേറിയറ്റ് ചുറ്റും, നമ്മുടെ പട്ടം കേശവപുരം വഴി സെക്രട്ടേറിയറ്റ് ചുറ്റി പോകുന്ന മോണോ റെയിലിന്റെ ഒരു അനുമതി പോലും വാങ്ങാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. ഇവര് മറന്നുപോയി. പിന്നെ ഇത് അരിയാഹാരം കഴിക്കുന്നവർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബജറ്റിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നവർക്കും എല്ലാം അറിയാം. ഈ ബജറ്റ് തയ്യാറാക്കുന്നത് ഇന്നും ഇന്നലെയും ഒരാഴ്ച മുമ്പൊന്നുമല്ല, 3-4 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ശ്രമമാണ്. പല വകുപ്പുകളുടെയും ശ്രമമാണ് ഈ ബജറ്റ് തയ്യാറാക്കുന്നത്. അപ്പോഴേ കേരളത്തിലെ BJPക്കാർ എന്തെങ്കിലും ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കേരള സർക്കാർ കൊടുത്തിരുന്നു. കേരളത്തിന് എന്തൊക്കെ പ്രൊപ്പോസൽ ഉണ്ടെന്ന രീതിയിൽ കേരള സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ BJPക്കാർക്ക് വേണമെങ്കിൽ അത് കൊടുക്കാൻ പോയത്. പക്ഷെ അവർ ബോധപൂർവം നമ്മുടെ തിരുവനന്തപുരത്തെ മണ്ടന്മാരാക്കുകയും തിരുവനന്തപുരത്തെ ജനങ്ങളെ വോട്ടർമാരെ മണ്ടന്മാരാക്കി. അതായത് അവർക്കറിയാമായിരുന്നു ബജറ്റിൽ ഒരു ചില്ലിക്കാശ് പോലും നൽകില്ല എന്നുള്ളത്. എന്തെങ്കിലും ഒരു പ്രൊപ്പോസൽ വികസന രേഖ ബജറ്റ് അച്ചടിച്ചതിന് ശേഷം വികസന രേഖ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പദ്ധതിക്കും അവർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കതിനകത്ത് തർക്കമുണ്ട്. കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നത് നവംബർ മാസത്തിലാണ്. ആ നവംബറിന് മുമ്പേ ഇവിടുത്തെ പ്രചരണം തുടങ്ങി. അപ്പൊ ആ സമയത്തൊക്കെ ബജറ്റിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇവരൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇവര് നിർബന്ധമായും അവിടെ കേന്ദ്രത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞ് അവരവിടെ അപ്രോച്ച് ചെയ്തതിനു ശേഷം ഇവിടെ പ്രചരണം നടത്തണമായിരുന്നു. ഇവിടെ അവര് കേന്ദ്രത്തിലും പ്രചരണം പറഞ്ഞില്ല, ഇവിടെ അങ്ങ് പ്രചരണം നടത്തി, ഇതെല്ലാം അങ്ങ് പ്രഖ്യാപിച്ചു. അല്ല, ആര് കാണാൻ ആര് കേൾക്കാൻ? ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ BJPക്കാര് കേന്ദ്രത്തിൽ ഇത്രേ ഉള്ളൂ എന്നിപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾ മൊത്തം മണ്ടന്മാരായി, പൊട്ടന്മാരായി. ജയിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ അവർ ആദ്യമേ എന്തെങ്കിലുമൊക്കെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ഉറപ്പ് വാങ്ങി എടുത്തിട്ട് പ്രഖ്യാപിക്കുമായിരുന്നു. ഇതിപ്പോൾ VV രാജേഷിന്റെ സ്വപ്ന പദ്ധതിയായ തെരുവ് നായ്ക്കളെ പിടിച്ച് അകത്തിടുന്ന പദ്ധതിക്ക് പോലും 1 രൂപ പോലും കൊടുത്തിട്ടുള്ളതാണ് ഏറ്റവും ദുഃഖകരം. പക്ഷേ കൊടുത്തു ടൂറിസം. അപ്പൊ ആമ ടൂറിസം കൊടുത്തു. പക്ഷെ തിരുവനന്തപുരത്ത് റയറൻസി ഇല്ല. പക്ഷെ നമ്മൾ കേരളത്തിലുള്ളവരെയൊക്കെ ആമയാക്കി. അതെ,
തിരുവനന്തപുരത്ത് ആമയുമില്ല. പലപ്പോഴും എനിക്കൊന്ന് ഈ ആമയഴിക്കാൻ തോടിന്റെ ഇത് വെച്ചിട്ടായിരിക്കും ചിലപ്പം ആമ എന്ന് പറഞ്ഞത്. അത് ഇവർക്ക് ചെയ്യാം. അതായത് കോർപ്പറേഷന് ആമയിഴം തോട്ടില് ആമയെ വിരിയിക്കാനുള്ള പദ്ധതി വേണമെങ്കിൽ കേന്ദ്രങ്ങളോടെ കൊണ്ടുവരാം, ഈ ചവർ നീക്കം ചെയ്യുന്ന കേന്ദ്രങ്ങൾ പോലെ. പക്ഷെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ധാതുക്കൾ മൊത്തം കേരളത്തിന്റെ KMML മിനറൽസ് ആൻഡ് മെറ്റൽസ് ഉണ്ടാക്കുന്ന അവർ ശേഖരിക്കുന്ന അവർ ശുദ്ധീകരിക്കുന്ന ധാതുക്കൾ വരെ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ സ്വത്താക്കി പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ തീരുമാനം. അപ്പൊ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിനൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് വരുന്ന മോണോറയിൽ പോലും അതിനെക്കുറിച്ച് പോലും ഒരു വാക്കും ഒന്നും ചോദിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് എന്ത് പറഞ്ഞാലും ശരിയല്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. 100% എഴുതി വെച്ചു. അതിപ്പോ പട്ടികപ്പിടുത്തമായിട്ട് നടക്കുന്നു. ഇപ്പൊ ഇന്നലെ പത്രത്തിൽ കണ്ടു 50 പട്ടികളെ ഷെൽട്ടറിലാക്കിയത്. അപ്പൊ പട്ടികപ്പിടുത്തമായിട്ട് നടക്കുമ്പോൾ അവിടുത്തെ കൗൺസിലർമാര് പട്ടിയെ പിടിക്കണം, പട്ടിയെ പിടിക്കണ്ട എന്നുള്ളതല്ല, പട്ടി ശല്യം ഒഴിവാക്കണം. അത് അവർ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. എല്ലാവരുടെയും വീടുകളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി തെരുവ് നായ്ക്കളെ പേടിക്കണ്ട, പട്ടിയെ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അത് പഠിച്ചോട്ടെ, അത് പിടിക്കണം, അത് വേണം, അത് ചെയ്യണം. അത് ഒഴിച്ചാല് എന്ത് തേങ്ങയാണ് ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഓരോ ജനത്തിനും അവിടുത്തെ വോട്ടർമാരായ ഓരോ ആൾക്കും കിട്ടിയതെന്ന് BJP തന്നെ പറയണം. കാരണം ഇന്ന് BJP പറഞ്ഞിരിക്കുന്നത് ഇതിനുശേഷം അവർക്ക് മിണ്ടാട്ടം ഇല്ല. ഒരൊറ്റ BJP-കാരന്മാർക്കും മിണ്ടാട്ടം ഇല്ല ഈ ബജറ്റ് വന്നതിന് ശേഷം. എന്ത് മിണ്ടാട്ടം? ഇവിടെ എയിംസ്, എന്റെ പോലോ, ഇവിടെ കേരളത്തിലെ ഒരു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ കൂടി കിട്ടിയ ഒരു സീറ്റാണ് സുരേഷ് ഗോപിയുടെ തൃശ്ശൂര്. സുരേഷ് ഗോപി അങ്ങോളം ഇങ്ങോളം നടന്നു പറഞ്ഞത് എയിംസ് ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം, ചങ്ങാതി ഇത് പറഞ്ഞുകൊണ്ട് നടന്നല്ലാതെ ഈ എയിംസിനെ കുറിച്ച് ഒരക്ഷരം വിട്ടാൻ കേന്ദ്ര ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമനോ അല്ലെങ്കിൽ സാധിച്ചില്ല. എയിംസ് തൊട്ട് വരാനും പോകുന്നില്ല. അല്ല, എയിംസിന്റെ കാര്യത്തിൽ ഒരു അട്ടിമറി സംശയം എപ്പോഴും ഉയരുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി തൃശ്ശൂരാണ്, പക്ഷേ കേരള സർക്കാർ എയിംസിന് സ്ഥലമേറ്റ് എടുത്ത് കൊടുത്തത് കോഴിക്കോട് കിനാലൂരാണ്. അപ്പോൾ സുരേഷ് ഗോപി പാലക്കാട് എയിംസ് കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല, കിനാലൂരിൽ എയിംസ് കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. അപ്പൊ സ്ഥലമേറ്റ് രാജ്യത്ത് ചേർന്നാൽ തെറ്റാണ്, പക്ഷെ കിനാലൂരിൽ സ്ഥലമേറ്റ് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. പക്ഷേ സുരേഷ് ഗോപിയുടെ മണ്ഡലം തൃശ്ശൂരാണ്, തൃശ്ശൂരിൽ സ്ഥലമേറ്റ് എടുത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് എയിംസ് വീണ്ടും സുരേഷ് ഗോപി ചവിട്ടി വെച്ചതെന്ന് സംശയമുണ്ട്. സുരേഷ് ഗോപി ഒന്നും ചവിട്ടി വെച്ചതല്ല. എയിംസിന് വേണ്ടി സുരേഷ് ഗോപി ഒരു വിരല് പോലും അനക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ സുരേഷ് ഗോപി ഒന്നും അവിടെ പറഞ്ഞാലൊന്നും അവിടെ പട്ടി കുറച്ചാൽ പടി തുറക്കുമോ? പണ്ടുള്ളവർ ചോദിച്ചൊരു ചോദ്യമാണ്, പട്ടി കുറച്ചാൽ പടി തുറക്കുമോ? സുരേഷ് ഗോപി ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഡയലോഗ് അടിക്കുന്നത് സിനിമാ ഡയലോഗ് ഒന്നും അല്ല. ഒരു പ്രതിനിധിക്ക് വേണ്ടത് സിനിമാ ഡയലോഗ് അല്ല. അദ്ദേഹത്തിന് വിചാരിച്ച ഒരു കാര്യവും നടക്കില്ല. ഇവിടെ എന്തുവാ അവിടെ കലുങ്ക് സമ്മേളനം, കലുങ്ക് സംഗമം, കലുങ്കിന്റെ മേളിൽ ഇരുന്ന ആളുകളുമായിട്ട് സംഗമിക്കുന്നു പറയുന്നു. ഇതൊക്കെ എങ്ങോട്ട് പോയി? ഒരു വീടിന്റെ അപേക്ഷ കൊണ്ട് വന്നവനെ ആട്ടി ഓടിച്ചു. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാ. ആരെങ്കിലും പോയി അടുത്തിരുന്നാൽ പോലും അദ്ദേഹം അവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ അവിടെ തുടയ്ക്കും. പിന്നെ നാപ്കിനകത്ത് ഈ മറ്റേ ഇതുണ്ടല്ലോ, നമ്മള് കൈ കഴുകാനുള്ള സാനിറ്റൈസർ വെച്ച് വരെ തുടയ്ക്കും. അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല. ആളുകളുടെ ഇടയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം പറഞ്ഞാലൊക്കെ അവിടെ പോയി കേന്ദ്രത്തിൽ എല്ലാം നടക്കുമെന്നുള്ളത് ഇപ്പൊ നമുക്ക് വ്യക്തമായി. പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി നേരിട്ട്, അമിത്ഷാ നേരിട്ട്, നിർമ്മല സീതാരാമൻ നേരിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി ആളുകൾക്ക്. ഇനിയും ആളുകളെ പട്ടന്മാരാക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. പൊട്ടന്മാരല്ല കേരളത്തിലുള്ളവര്, അരിയാഹാരം കഴിക്കുന്നവര് തന്നെയാണ്. അവരെ പൊട്ടന്മാരാക്കരുത്. പൊട്ടന്മാരായിട്ട് അഭിനയിക്കും, പക്ഷെ പൊട്ടന്മാരല്ല. അത് മനസ്സിലാക്കണം. അതേസമയം കേരളം കഴിഞ്ഞ 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ബജറ്റില്ല, അത് സ്ത്രീ സുരക്ഷ ഇൻഷുറൻസ്, സ്കൂൾ കുട്ടികൾക്ക് ഇൻഷുറൻസ്, പിന്നെ ബിരുദം വരെയുള്ള വിദ്യാഭ്യാസ സൗജന്യം, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ, ക്ഷേമ പെൻഷനുകളുടെ വർധനവ്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ച ഒരു ബജറ്റായിരുന്നു. ആ ബജറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തായാലും ഇനിയിപ്പോ കേന്ദ്രം കേരളത്തിന് മുന്നിൽ തലതിരിച്ചെങ്കിലും കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽപ്പുണ്ടെന്ന ഒറ്റ സൂചനയാണ് ആ ബജറ്റ് നിൽക്കുന്നത്. എന്തായാലും ഈ ബജറ്റ് യാഥാർത്ഥ്യമാകണമെങ്കിൽ പിണറായി സർക്കാർ അടുത്ത ടൈമിലും 3ാം ടൈമിലും പിണറായി സർക്കാർ തന്നെ വന്നാൽ മാത്രമേ ഈ ബജറ്റിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ അടുത്ത സാമ്പത്തിക വർഷം മാർച്ച് അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യാനായി ചെന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാകുന്നതിൽ ഒരു സംശയം ഉണ്ടായി.
എനിക്ക് പിന്നെ 100% എനിക്കിപ്പോൾ വ്യക്തമായി. ഇന്നലത്തെ ബജറ്റോട് കൂടി എനിക്ക് വ്യക്തമായി. ഇവരെല്ലാം ചാണകസംഖ്യകൾ എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഇവരെ ഒന്നും ഇനി നിയമസഭയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, അക്കൗണ്ട് തുറക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. അവർ പറഞ്ഞതൊന്നും നടന്നില്ല, നടക്കത്തുമില്ലെന്ന് ഇവിടുത്തെ അരിയാകാരം കഴിക്കുന്ന ഇവിടുത്തെ വോട്ടർമാർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവരിനി അതിനകത്തൊന്നും ഇനി പ്രതീക്ഷ വെക്കേണ്ട. ഒരൊറ്റ സീറ്റ് പോലും, ഒരു നിയമസഭാ സീറ്റിൽ പോലും അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഈ കേന്ദ്ര റെയിൽവേ മന്ത്രി മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലുള്ളവർക്ക് അതിവേഗ ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് ചെന്നൈയിലോ ബംഗളൂരിനോ ഒക്കെ ട്രെയിൻ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ പോയി യാത്ര ചെയ്താൽ പോരെ എന്നുള്ളൊരു മണ്ടൻ ന്യായീകരണമാണ് കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയത്. അതേപോലെ തന്നെ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത തമിഴ്നാട്ടിൽ അവർ ഒരു പ്രതീക്ഷയുമില്ല. തമിഴ്നാട്ടിൽ 2 ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന് ഒരു റെയിൽവേ കോറിഡോർ പോലും ഇല്ല. അത് തന്നെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവര് BJPക്ക് കേരളം വേണ്ട, കേന്ദ്ര BJPക്ക് കേരളത്തെ വേണ്ട എന്ന് ഇതിലും വലിയൊരു തെളിവോടെ ജനങ്ങളെ മുന്നിൽ നിരത്താനായിട്ട് മറ്റൊന്നും ആവശ്യമില്ല. അവിടെയാണ് ഇടത് സർക്കാരിന്റെ പ്രസക്തി വീണ്ടും വരുന്നത്.